ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുദേവന്റെ ജന്മദിനമായിട്ട് ആചരിക്കുന്നു, അത് ലോകസേവാ ദിനമായിട്ട് ആചരിക്കുന്നു. വാസ്തവത്തിൽ ജ്ഞാനികളെ സംബന്ധിച്ചോളം ജനനം മരണമൊന്നുമില്ല, ജന്മദിനമൊന്നുമില്ല, ജന്മദിനത്തിനൊന്നും പ്രസക്തിയില്ല. പക്ഷേ സാധകർക്ക്, ശിഷ്യർക്ക് അന്നത്തെ ദിവസം അത് ആഘോഷിക്കാം. കാരണം ഗുരുസ്മരണയോട് കൂടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാം. ലോകസേവ എന്ന് പറയുമ്പോൾ കഴിയുന്ന സഹായങ്ങൾ പാവപ്പെട്ടവർ അർഹിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു ദിനമായിട്ട് ഇന്ന് ആചരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയം ഗുരുസങ്കല്പം അല്ലെ, ഭാരതത്തിൽ നിന്നാണ്. ഭാരതത്തിലല്ലേ, ഭാരതഭൂമിയിലെ അതോ മഹാഭാരതത്തിലോ? ഭാരതഭൂമിയിലെ. ഭാരതം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഭാസിൽ രതിയുള്ളത് ആണ്. ഭാസ് വെച്ച പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അജ്ഞാനം അന്ധകാരമായിട്ടാണ് പറയുക. അപ്പൊ ജ്ഞാനത്തില്, ആത്മജ്ഞാനത്തില് രതിയുള്ള നാട്, താല്പര്യമുള്ള നാടാണ് ഭാരതം. ഋഷിമാരുടെ നാടാണ് നടത്തുന്നത്. ആത്മാവിൽ രമിക്കുന്നവരാണ്, ആത്മാരാമന്മാരാണ് ഋഷിമാര്. കാരണം പ്രകാശം എന്ന് പറയുമ്പോൾ ആ ആത്മാവിന്റെ പ്രകാശത്തിലാണ് എല്ലാം പ്രകാശിക്കുന്നത്. ആത്മാവിന്റെ പ്രകാശം കൊണ്ടാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത്, മനസ്സ് എല്ലാത്തിനും പ്രകാശിപ്പിക്കുന്നത്. ഇന്ദ്രിയങ്ങള്, ഈ കാണുന്ന ഈ ശബ്ദസ്പർശ രൂപരസഗന്ധമായിട്ട് വിളങ്ങി നിൽക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും ആത്മാവിന്റെ പ്രകാശം. ഗീതയിൽ പറയില്ല, ഏതാദിത്യഗതം തേജോ ജഗദ്ഭാസയതേകിലും യച്ചന്ദ്രമസി യച്ചാഗ്വോ തത്തേജോ വിദ്ധി മാമകം. സൂര്യനിലും ചന്ദ്രനിലും അഗ്നിയിലും കാണുന്ന തേജസ്സും എന്റെ അംശമാണ്. കാരണം സൂര്യനും അഗ്നിയൊക്കെ പ്രകാശിക്കണമെങ്കിൽ കണ്ണ് വേണം. നമുക്ക് കണ്ണിനെ പ്രകാശിപ്പിക്കണമെങ്കിൽ മനസ്സ് വേണം. മനസ്സിന്റെ അപ്പുറത്ത് ആത്മാവ് വേണം. ആത്മാവ് ഉണ്ടെങ്കിലേ, അതായത് കാണുന്ന ആളുണ്ടെങ്കിലേ കാണപ്പെടുന്ന വസ്തുവുള്ളൂ. കാണുന്ന ആൾക്കാണ് പ്രാധാന്യം, ദൃക്കിനാണ്, മറ്റൊക്കെ ദൃശ്യമാണ്. അപ്പൊ ആ തത്വത്തില് രതിയുള്ള നാട്, അതിൽ തന്നെ ഏകാഗ്രമായിരിക്കുന്ന മനസ്സോട് കൂടിയവരാണ് ഭാരതത്തിലെ ഋഷിമാര്. അതുകൊണ്ട് പറയും, നമ്മുടെ സ്വന്തം ചരിത്രം അറിയണമെങ്കിൽ ഏതദ്ദേശപ്രസൂതസ്യ, ഭഗവാൻ സ്വയംഭുവ മനുസ്മൃതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഏതദ്ദേശപ്രസൂതസ്യ സ്വാകാശാത് അഗ്രജന്മന സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവ. പൃഥിവ്യാം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരോടും മനു പറയുകയാണ്, നിങ്ങൾ ലോകത്തിൽ എവിടെ ജനിച്ചാലും, ഏത് ദേശത്ത് ജനിച്ചാലും, ലോകത്തിന്റെ പല ഭാഗത്തും മനുഷ്യരുണ്ടല്ലോ, എല്ലാ വൻകരകളിലുണ്ട്, എല്ലാ ഭൂഖണ്ഡങ്ങളിലും മനുഷ്യവാസമുണ്ട്. ആ മനുഷ്യരോട് മുഴുവനായിട്ട് ഈ മനു പറയുകയാണ്, നിങ്ങൾ ലോകത്തിൽ എവിടെ ജനിച്ചവരായാലും ശരി, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ, നിങ്ങളെ സ്വന്തം ചരിത്രം അറിയണമെങ്കിൽ, സ്വന്തം കഥ അറിയണമെങ്കിൽ, സ്വന്തം സത്യം സ്വരൂപജ്ഞാനം അറിയണമെങ്കിൽ അത് ഭാരതത്തിൽ ഋഷീശ്വരന്മാരുടെ അടുത്ത് വന്നാലേ അറിയുള്ളൂ. വേറെ എവിടെ അറിയാൻ പറ്റില്ല. കാരണം അധ്യാത്മവിദ്യ ഭാരതത്തിന്റെ മാത്രമാണ്. ഭാരതത്തിൽ മാത്രമേ അധ്യാത്മവിദ്യയുള്ളൂ. അത് വളരെ ശാസ്ത്രീയമായിട്ട് അങ്ങനെ ഒരു പദ്ധതി ഇവിടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിവേകാനന്ദ സ്വാമികളൊക്കെ പലപ്പോഴും പറഞ്ഞത്, നമുക്ക് ഓരോ അവയവത്തിനും ഓരോ ധർമ്മമുള്ളതുപോലെ ലോകത്തിലെ ഓരോ രാഷ്ട്രങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ ഭരണ വ്യവസ്ഥകള്, അതുപോലെ പട്ടാളം, മിലിറ്ററി, അവരുടെ അതുപോലെയുള്ള നീതിന്യായ വ്യവസ്ഥകളൊക്കെ വളരെ ചിട്ടപ്പെടുത്തി അതൊക്കെ ലോകത്തിന് മാതൃകയാണ്. അതുപോലെ ജപ്പാനാണെങ്കിൽ അവരുടെ മാതൃരാജ്യത്തിനോടുള്ള സ്നേഹം,
അങ്ങനെ ഭാരതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധ്യാത്മവിദ്യയാണ്. ലോകത്തിന് അധ്യാത്മവിദ്യ പ്രദാനം ചെയ്യാനാണ് ഭാരതത്തിന് കിട്ടിയുള്ള നിയോഗം, ഈശ്വര നിയോഗം. അത് ഓരോരുത്തർക്കും ഓരോ ധർമ്മം ഭഗവാൻ തന്നെ കൽപ്പിച്ചതാണ് സൃഷ്ടിയിൽ. ഇങ്ങനെ ഭാരതത്തിന്റെ ധർമ്മം എന്താണെന്ന് ലോകത്തിന് അധ്യാത്മവിദ്യ പ്രദാനം ചെയ്യാം. അതുകൊണ്ട് മാത്രമേ ശാന്തിയും സമാധാനവും ലോകത്തിലുണ്ടാവുള്ളൂ. മറ്റു യുദ്ധങ്ങളും കലഹങ്ങളും നടന്നുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ അധ്യാത്മവിദ്യ കൊണ്ട് വേണം അതിനെ ശുദ്ധീകരിക്കാനായിട്ട്. അതാണ് ഭാരതത്തിൻ്റെതായ. അങ്ങനെ ഭാരതത്തില് ഈ അധ്യാത്മവിദ്യ പിന്നെ എങ്ങനെ ഉണ്ടാവും? സ്വസ്വം ചരിത്രം ശിക്ഷയർ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, അർജുനോട് പറയണം, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി വിജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അർജുന, തദ്വിദ്ധി, അതിനെ അറിയൂ, ആത്മതത്വത്തെ അറിയൂ. എങ്ങനെ അറിയൂ? പ്രണിപാതേന, ജ്ഞാനികളെ പോയി നമസ്കരിച്ച്, പരിപ്രശ്നേന, നന്നായിട്ട് അവരെ സേവിച്ചുകൊണ്ട് അവരോട് ചോദിക്കണം. ആത്മതത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ജിജ്ഞാസുവായിട്ടുള്ള ആള്, അല്ലെങ്കിൽ സംസാര തത്വനായിട്ടൊരു ജീവൻ ഒരു ജ്ഞാനിയുടെ സമീപത്ത് പോയിട്ട് സാക്ഷാത്ത് നമസ്കരിക്കണം. പരിപ്രശ്നീന സേവയാവും, സേവയോട് കൂടിയിട്ട് അവരെ സേവിച്ചുകൊണ്ട് വിനയാന്വിതരായിട്ട് അവരെ സേവിച്ച് അവരെ പരിചരിച്ച് അവരോട് വിനയപൂർവ്വം ചോദിക്കണം, ഗുരു എനിക്ക് ആത്മതത്വം ഉപദേശിച്ചു തന്നാലും ഞാൻ സംസാര തത്വനാണ്, ത്രിവിധ താപങ്ങളെ കൊണ്ട് ഞാൻ ദഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിവേകചൂടാമണിയിലൊക്കെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഉപദേശന്തി ജ്ഞാനം, അവര് നിനക്ക് ജ്ഞാനം ഉപദേശിക്കും. ജ്ഞാനിന തത്വദർശിന, ജ്ഞാനികളെ തത്വദർശികളായുള്ള ജ്ഞാനികള് നിനക്ക് ആ തത്വം ഉപദേശിക്കുമ്പോൾ എല്ലാ താപങ്ങളും നശിച്ചു. കാരണം നമ്മുടെ ജന്മസ്വരൂപം അറിയുന്നതോട് കൂടിയിട്ട് ഞാൻ ആത്മവസ്തുവാണ്, തത്വമസ്യാദി വാക്യങ്ങളെ കൊണ്ട് ഗുരു പ്രബുദ്ധനാക്കുന്നതോട് കൂടിയിട്ട് ആ ശിഷ്യൻ ആത്മജ്ഞാനമായിട്ട് കൃതകൃത്യനാവുന്നു. യം ലബ്ധ്വാചാപരം ലാഭം നാധികം മന്യതേതത് യസ്മിൻ സ്ഥിതേന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ. ആത്മജ്ഞാനത്തിന്റെ മഹത്വം പറയുന്നത് യം ലബ്ധ്വാ അപരം ലാഭം, ഏതൊന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു ലാഭം കിട്ടാനില്ലയോ. ഏറ്റവും പരമലാഭമാണ് ആത്മജ്ഞാനം. യം ലബ്ധ്വാ അപരം ലാഭം മന്യതേ നാ അധികം തഥ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് വേറൊരു ഒന്ന് കിട്ടാനില്ല, ലാഭം കിട്ടാനില്ല. എന്താണ് അതിന്റെ ഗുണം? യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാഭി വിചാല്യതേ. ഏറ്റവും കടുത്ത ദുഃഖത്തിലും, ഇത്ര കടുത്ത ദുഃഖം വന്നോട്ടെ, മഹാരോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരട്ടെ, എന്ത് ദുഃഖമാണെങ്കിലും അതെല്ലാം തന്നെ ആ ജ്ഞാനിയെ സംബന്ധിച്ചോളം ചലിക്കില്ല. ജ്ഞാനിക്ക് ഒരിക്കലും ഒരു പരിഭ്രമം ഉണ്ടാവില്ല, ജ്ഞാനിക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള ദുഃഖം ഉണ്ടാവില്ല. സർവ്വ ദുഃഖ നിവൃത്തിയാണ് ജ്ഞാനം കൊണ്ട് ഉണ്ടാവുന്നത്. കാരണം നമ്മൾ ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമുക്ക് എല്ലാ ദുഃഖങ്ങളും ഉണ്ടാവുന്നത്. ഞാൻ ശരീരമല്ല, ഞാൻ ഇതിനെല്ലാം അപ്പുറത്തുള്ള ആത്മാവാണ്, സ്വയം ജ്യോതിസ്വരൂപമാണ്, സച്ചിദാനന്ദമാണ് എന്നുള്ള അറിവ് കിട്ടുന്നതോട് കൂടിയിട്ട് സർവ്വ ദുഃഖങ്ങളും അതോടുകൂടി പോയി, സർവകർമ്മബന്ധങ്ങളും നശിച്ചു പോയി. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ക്ഷീയന്തേ സർവസംശയ എന്നല്ലേ അതിന്റെ മഹത്വം. അത്ര മഹത്വമാണ് ഈ ആത്മജ്ഞാനത്തിനുള്ളത്. അതെ, തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്നവരോടെത്തിയിടുവൻ ഗുരു പദാന്തേ ഭജിപ്പവന് മുക്തിക്കുതക്കൊരുപദേശം തരും ജനനമറ്റിയിടുമെന്നവനു നാരായണായ നമഃ. അങ്ങനെ ആ ആത്മജ്ഞാനത്തിന്റെ നാടാണ് നമ്മുടെ ഭാരതഭൂമി. നമ്മുടെ ഗുരുസങ്കല്പം എന്ന് പറയുമ്പോൾ ഈ ഗുരു പരമ്പരയിലൂടെയാണ് ഈ അധ്യാത്മവിദ്യ ഇങ്ങനെ തലമുറകളായിട്ട് പകർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അനാദിയായിട്ടുള്ള അധ്യാത്മവിദ്യ. അതുകൊണ്ട് അനാദിയായതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും തുടങ്ങിയതല്ല, ഇത് പണ്ടേ ഉള്ളതാ. ഈശ്വരൻ എന്ന് ആരംഭിച്ചതാണ്. അതാണ് സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദ ആചാര്യപര്യന്തം. സാക്ഷാൽ ദക്ഷിണാമൂർത്തിയിൽ തുടങ്ങിയതാണ്. ദക്ഷിണാമൂർത്തി സങ്കല്പമാണ് നമ്മുടെ പരമഗുരു സങ്കല്പം. പിന്നെ വൈഷ്ണവമായിട്ട് അങ്ങനെയും പറയും, നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിഞ്ച തൽപുത്ര പരാശരം ച അങ്ങനെ തുടങ്ങിയിട്ട്. അതായത് വ്യാസം ശുഖം ഗൗഡപദം മഹാന്തം അല്ലെ. ഭഗവാൻ നാരായണൻ എന്ന് ആരംഭിച്ചു. നാരായണനാണ് ബ്രഹ്മാവിന് ഉപദേശിക്കുന്നത്. ഭാഗവതത്തിലെ കാണാം. പിന്നെ ഭാഗവതം ചതുശ്ലോകി ഭാഗവതം. ബ്രഹ്മാവിന്റെ സൃഷ്ടിയുടെ മുമ്പ് ഭഗവാൻ വേദങ്ങളൊക്കെ തോന്നിച്ചു. ചതുശ്ലോകി ഭാഗവതം 4 ശ്ലോകങ്ങളാണ് ഭാഗവതത്തിന്റെ. ആ 4 ശ്ലോകങ്ങളെയാണ് ഭാഗവതം 11,000 ശ്ലോകമാക്കിയിട്ടുള്ളത്. അപ്പോൾ ബ്രഹ്മാവിന് ഉപദേശിച്ചു. ബ്രഹ്മാവാകട്ടെ തന്റെ പുത്രനായിട്ടുള്ള വസിഷ്ഠന് ഉപദേശിച്ചു ഈ ബ്രഹ്മതത്വം. അത് കഴിഞ്ഞ്
വസിഷ്ഠൻ തന്റെ പുത്രനായുള്ള ശക്തിക്ക് ഉപദേശിച്ചു. ശക്തി ഇഞ്ചതൽ പുത്ര പരാശരം ച, ശക്തി എന്നുള്ള മഹർഷി തന്റെ പുത്രനായുള്ള പരാശര മഹർഷിക്കും, പരാശര മഹർഷി വ്യാസമഹർഷിക്കും, വ്യാസം ശുഗമഹർഷിക്ക്, വ്യാസഭഗവാന്റെ പുത്രനാണ് ശുഗബ്രഹ്മർഷി, ശുഗബ്രഹ്മർഷിക്കും. ആ ശുഗനാണ് ഭാഗവത പരീക്ഷത്തിന് ഉപദേശിക്കുന്നത്. ശുഗം ഗൗഡപദം, ഗൗഡപാദാചാര്യർക്ക് ശുഗബ്രഹ്മർഷി ഉപദേശിച്ചു. ഗൗഡപാദാചാര്യരാണ് കാരിക എഴുതിയുള്ളത്, മാണ്ഡൂക്യോപനിഷത്തിന്റെ കാരിക എഴുതിയുള്ളത്. ആ ഗൗഡപാദാചാര്യ ശിഷ്യനാണ് ഗോവിന്ദ ഗുരുപാദര്. ആ ഗോവിന്ദ ഗുരുപാദന്റെ ശിഷ്യനാണ് ശങ്കരാചാര്യര്. ശങ്കരാചാര്യരുടെ 4 പ്രധാന ശിഷ്യന്മാരാണ് പത്മപാദൻ, അസ്താമലകൻ, തോടകൻ, സുരേശ്വരാചാര്യര്. അങ്ങനെ 4 ആചാര്യന്മാര്. ആ പരമ്പര വഴി 4 ആശ്രമങ്ങളിലൂടെ, നമ്മുടെ ആശ്രമം, നമ്മുടെ ശൃംഗേരി മഠമാണ് നമ്മുടെ ഈ ദക്ഷിണ ഭാരതത്തിന്റെ. അങ്ങനെ ആശ്രമങ്ങളിലൂടെ ആചാര്യന്മാരിലൂടെ ഈ ബ്രഹ്മവിദ്യ എങ്ങനെ പകർന്നു പോർന്നു, അതാണ് സാമ്പ്രദായിക രീതി. അതുപോലെ ദക്ഷിണാമൂർത്തി, ദക്ഷിണാമൂർത്തി എല്ലാ യോഗികളുടെയും ഈശ്വരനാണ്. ദക്ഷിണാമൂർത്തിയുടെ മുദ്ര ഇത്രയേ ഉള്ളൂ, ജ്ഞാനമുദ്രയാണ്, ചിന്മുദ്ര. വൃദ്ധന്മാരാണ് ശിഷ്യന്മാരൊക്കെ, അല്ലെ? ചിത്രം വടവരവർ പോലെ വൃദ്ധ ശിഷ്യ ഗുരുറിവ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ. ശിഷ്യന്മാർക്കൊരു സംശയമില്ല, ഗുരു മൗനായിട്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, ഇതാണ് കാണിക്കുന്നത്, ഇത്രയേ ഉള്ളൂ ചിന്മുദ്ര. ഈ ചിന്മുദ്ര കാണോട് കൂടിയിട്ട് എല്ലാ ശിഷ്യന്മാരും സംശയരഹിതരായി തീർന്നു. കാരണം അവർക്കൊന്നും കഴിഞ്ഞ് മനസ്സിലാക്കാനില്ല, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അത് ജീവാത്മ പരമാത്മ ഐക്യത്തെ കാണിക്കുന്നതാണോ? ഈ 5 വിരലുകള് പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പൂജയ്ക്കൊക്കെ അങ്ങനെ കാണാൻ അല്ലേ? പൂജ പഠിക്കുമ്പോൾ പൂജ ചെയ്യുമ്പോൾ ഈ ആകാശമാണത്, ആകാശഭൂതത്തിന്റെ, ഇത് വായുവിന്റെയാണ്, ഇത് അഗ്നിയുടെ, ഇത് ജലത്തിന്റെ, ഇത് ഭൂമിയുടെ. എല്ലാം വൃത്യാത്മനെ കൽപ്പ എന്ന് പറഞ്ഞിട്ട് പൂജ കഴിക്കുമ്പോൾ ഓരോ ബീജമന്ത്രം, ഓരോ ഭൂതത്തിന്റെ ബീജമന്ത്രം. അതായത് ആകാശമാണ് ഇത്. ആകാശം പോലെ തന്നെ ബ്രഹ്മവും അനന്തമാണ്, എങ്ങും വ്യാപ്തമാണ് ബ്രഹ്മം. ആ ബ്രഹ്മവും ഈ ജീവനും ഒന്നാണ് എന്ന് കാണിക്കുന്നതാണ്. ഇത് ത്രിഗുണങ്ങളാണ്, 3 വിരല് എന്നും. ഇതാണ് ചിന്മുദ്ര. അപ്പോ പറയാണ്, ചിത്രം വടവരോർമൂലേ, ആഴ്ചവട്ടിലൊരു അത്ഭുതകരമായിട്ടൊരു കാഴ്ച കണ്ടതായിട്ട് പറയാൻ. ചിത്രം വടവരോർമൂലേ വൃദ്ധ ശിഷ്യ, ശിഷ്യന്മാരൊക്കെ വൃദ്ധന്മാര്, വളരെയധികം വയസ്സായ ആളുകൾ. ശിഷ്യൻ ഗുരു ആണെങ്കിലോ ഗുരു യുവാവ്, ഗുരുസ്തു മൗനം വ്യാഖ്യാനം. ഗുരു ഒന്നും സംസാരിക്കണമെന്നില്ല, മൗനം മാത്രമാണ്. ശിഷ്യാസ്തു സർവസംശയ, ശിഷ്യന്മാരെല്ലാവരും സംശയങ്ങൾ, എന്നുവെച്ചാൽ വാക്കിനൊക്കെ അതീതമായിട്ടുള്ളതാണ് ഈ തത്വം. വാക്ക് എവിടെ നിന്നാണോ വരുന്നത് അതാണുള്ളത് ആത്മതത്വം, അല്ലെ? എവിടുന്നാണോ മനസ്സിലെ സങ്കല്പങ്ങളൊക്കെ പൊന്തി വരുന്നത്, ഇതിനെല്ലാം ആധാരമായിട്ടുള്ള തത്വമാണ് ബ്രഹ്മതത്വം. ആ തത്വം എങ്ങനെ പറയും? അതുകൊണ്ട് മൗനം വ്യാഖ്യാനം. മനസ്സൊക്കെ അടങ്ങുമ്പോഴാണ്, മനസ്സും വാക്കൊക്കെ അടങ്ങുമ്പോഴാണ് ആത്മതത്വം ഉള്ളിൽ പ്രകാശിക്കുന്നത്. തത്സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി എന്നാണ്. നഹി ജ്ഞാനീന സദൃശം പവിത്രമഹ വിദ്യതേ. ഭഗവത്ഗീതയിൽ പറയാം, അർജുന, ജ്ഞാനത്തിന് തുല്യം പവിത്രമായിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. നഹി ജ്ഞാനീന സദൃശം പവിത്രമഹ വിദ്യതേ. ജ്ഞാനത്തിന് തുല്യം പവിത്രമായിട്ടൊന്നും വേറെ ഇല്ല. സ്വയം യോഗസംസിദ്ധനായിട്ടൊരാൾക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടി, ആ ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി സാധകനായിട്ടുള്ള ഒരു ജ്ഞാനിക്ക് പതുക്കെ കാലം കൊണ്ട് ഉള്ളിൽ പ്രകാശിക്കുന്നതാണ് ആ ജ്ഞാനം. ആ ജ്ഞാനം പ്രകാശിച്ചാൽ ആവട്ടെ, പിന്നീട് അയാൾക്ക് ദുഃഖമില്ല, എല്ലാ കർമ്മബന്ധങ്ങളും നശിച്ചു, ജന്മമരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഗുരുവിന് തുല്യമായിട്ട് ഒന്നും ഇല്ല എന്നാണ് ശങ്കരാചാര്യർ പറയണത്. ശാന്തോ മഹാന്തോ നിവസന്തി, അല്ലെ? വസന്തവല്ലോകഹിതം ചരന്തി എന്നാണ്. ഗുരു ഒന്നും കാക്ഷിക്കുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഗുരു എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാത്ത ആളായത്, എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതായ ആളാണ് ഗുരു. ആ ഗുരു ഇതെല്ലാം അശ്വരമായി കാണുന്നു. അങ്ങനെയുള്ള ഗുരു ശാന്തനായിട്ടിരിക്കണോ, മഹാന്തോ നിവസന്തി സന്തോ വസന്തവല്ലോകഹിതം ചരന്തി. വസന്തം എങ്ങനെയാണോ ലോകത്തിൽ ചരിക്കുന്നത് അതുപോലെ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ വസന്തം വരുന്ന സമയത്ത് എല്ലാം സസ്യലതാദികളെല്ലാം പൂത്ത് കായ്ച്ച് ധാരാളം പക്ഷികളും മൃഗങ്ങളും ഒക്കെ അതിന്റെ പഴങ്ങളൊക്കെ തിന്ന് വളരെ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഉത്സവഛായയാണ്. എന്നപോലെ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും ശിഷ്യരെല്ലാവരും തന്നെ ആനന്ദിക്കുന്നു. വസന്തത്തെ പോലെ ഗുരുവിന്റെ സാന്നിധ്യം. ഗുരു ഒന്നും ആഗ്രഹിക്കുന്നില്ല, വസന്തത്തിനൊന്നും കിട്ടുന്നില്ല, വസന്തത്തിന് തിരിച്ചൊന്നും കിട്ടുന്നില്ല. തന്റെ സാന്നിധ്യം കൊണ്ട് സർവ്വചരാചരങ്ങൾ സന്തോഷിക്കുന്നു. വസന്തം വരുമ്പോൾ എല്ലാം പുഷ്പിച്ച്
നല്ല മനോഹരമായുള്ള ഒന്നൊക്കെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് രസമാണ് കാണാനില്ല. അതുപോലെ വസന്തത്തിന്റെ വരുമുണ്ട് എന്ന പോലെ ഗുരു വരുമ്പോൾ എല്ലാം വളരെ സന്തോഷമായിട്ട് എല്ലാവരും മനസ്സ് വിട്ടു എന്ന പോലെയാണ് ഗുരു. ഗുരുവിന് തുല്യം ഒന്നുമില്ല. ശങ്കരാചാര്യർ പറയുന്ന അച്ഛനും അമ്മയ്ക്കും അതീതനാണ് ഗുരുവിന്. നമ്മുടെ ഈ ശരീരം എടുക്കാൻ കാരണം അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയും കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഈ നമ്മുടെ ശരീരം ഉണ്ടായത്. പക്ഷെ അത് ഈ ശരീരത്തിന് മാത്രം കാരണമാണ്. നമ്മുടെ അച്ഛനും അമ്മയും ഈ ശരീരത്തിന് കാരണക്കാരാണ്. അതുകൊണ്ട് നമുക്ക് അവർ ഗുരുസ്ഥാനീയരാണ്. പക്ഷേ വരാൻ പോണ ശരീരങ്ങളൊന്നും ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ല. അതിന് കർമ്മം പോകണം. കർമ്മമാക്കുന്ന കെട്ട് പൊട്ടണം. അതിന് ഗുരുവിന് മാത്രമേ സാധിക്കുള്ളൂ. എത്രയോ ജന്മങ്ങള് കഷ്ടപ്പെടേണ്ടവർ, ജനിച്ച് മരിച്ച് നഷ്ടപ്പെടേണ്ടവരുടെ ജീവനെ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് ഗുരു ആ കർമ്മബന്ധം അവസാനിപ്പിച്ച് മുക്തരാക്കുന്നു. അപ്പൊ ഗുരുവിന് തുല്യം പിന്നെ എന്തുണ്ട് നടത്തി? ഗുരുവിന് തുല്യം ഗുരു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്നാണ് ഗുരുവിന്റെ മഹാത്മ്യം പറയുന്നത്. കാരണം ശങ്കരാചാര്യ സ്വാമികൾ പറയും അതിന് തുല്യം വേറെ ഒന്നുമില്ല. അപ്പൊ അതിനിങ്ങനെ നോക്കി പല ഉദാഹരണങ്ങളും നോക്കി എന്താണ് ഗുരുവിനെ ഉപമിക്കാനോ എന്ന് കാണാൻ. ഇപ്പൊ നോക്കിയപ്പോൾ ഈ സ്പർശമണി എന്നൊരു മണിയുണ്ട്. സ്പർശമണി മാന്ത്രിക മണിയാണ്. ഈ സ്പർശമണി കൊണ്ട് ചെമ്പിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ചെമ്പ് സ്വർണ്ണമാവും. അങ്ങനെ ഒരു സങ്കല്പമായിരിക്കാം, കവികളുടെ സമ്പ്രദായത്തിരിക്കാം. ലോഹത്തില് വെറുതെ തട്ട് സ്പർശിച്ചാൽ മതി, അത് സ്വർണ്ണമായിട്ട് മാറും. പക്ഷേ ഗുരുവിനെ സ്പർശമണിയോട് ഉപമിക്കാൻ പറ്റില്ല. കാരണം സ്പർശമണി ചെമ്പിനെ സ്വർണ്ണമാക്കുന്നേ ഉള്ളൂ, സ്വയം സ്വർണ്ണമാക്കുന്ന അത് ആ തൊട്ടത് സ്പർശമണി ആവുന്നില്ല. തന്നെ പോലെ തന്നെയാക്കണം ഗുരു ശിഷ്യനെ. അപ്പോ മറ്റൊരു ചെമ്പിനെ സ്വർണ്ണമാക്കുന്നേ ഉള്ളൂ. പക്ഷെ ഗുരു അങ്ങനെയല്ല ചെയ്യണത്. ഗുരു വേറൊരു ഗുരുവായിട്ട് മാറ്റുകയാണ് ഗുരുവിന്. അപ്പോ സ്പർശമണിയോട് പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ശങ്കരാചാര്യ പറയാം അത്രയും മഹത്വം ഗുരുവിനുണ്ട്. ഗുരുവിന്റെ മഹാത്മ്യം പറഞ്ഞാൽ തീരില്ല എന്നാണ്. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയുന്നു പറഞ്ഞു ഗുരുവിന് അനുഗ്രഹീനെ അല്ലെ മറ്റേ സുധാമാവിനോട് പറയുന്നുണ്ടല്ലോ, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോണത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. അങ്ങേക്ക് ഓർമ്മയില്ലേ നമ്മൾ ഗുരുകുലത്തിൽ താമസിച്ചിരുന്ന കാലം? കുട്ടിക്കാലത്ത് സന്ദീപനിയുടെ ആശ്രമത്തില് അദ്ദേഹം ഗുരുകുലത്തിൽ താമസിച്ച കാലത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സുധാമാവിനോട്. അത് ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളത്തിൽ അത് ഭംഗിയായിട്ട് പുരാ ഗുരുണാം നികടേതിവാസം ധരാസുരാധീശമരന്തിധോതി. പണ്ട് നമ്മള് ഗുരുനാഥന്റെ ആഗ്രഹത്തിൽ താമസിച്ച അതൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ട്, അത് മറന്നു. മഹാവനീതം വിറകിന് പോയിട്ടഹോ വൃത്തി ചൊരിഞ്ഞ നേരം. ഒരു പത്നി പറഞ്ഞിട്ട് കുറച്ച് വിറക് കൊണ്ടുവരണം കുട്ടികളെ, വിറക് തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോ നമ്മൾ രണ്ടുപേരും കൂടി കാട്ടിലേക്ക് പോയത് ഓർമ്മയില്ലേ? ഹാവനീന്താം വിറകിന് പോയിട്ടഹോ. അപ്പൊ കടുത്ത മഴ പെയ്തു, വലിയ മഴ പെയ്തു. കാട്ടിൽ പോയപ്പോഴേ വഴി തെറ്റിയിട്ട് ഒരു കാട്ടിൽ പിന്നെ എന്താ പറയാ വിറക് തലയിൽ വെച്ച് നടക്കുകയാണ്. ഏത് വഴിക്കാ പോകണ്ടെന്ന് അറിയില്ല, രാത്രിയായി. ആ മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. അങ്ങനെ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു സുധാമാവും ശ്രീകൃഷ്ണ ഭഗവാനും. അപ്പോ ഭയങ്കരമായിട്ട് മഴ പെയ്ത് പേടിച്ച് വിറച്ച് തണുത്ത് വിറച്ച് ഇങ്ങനെ ഇരുന്നു. ഗുരുനാഥൻ ശിഷ്യന്മാരെ കാണാനില്ലായിട്ട് തെരഞ്ഞു വരികയാണ്. തെരഞ്ഞ് രാവിലെ തെരഞ്ഞു വരുമ്പോ ഒരു പിറകും കെട്ടൊക്കെ ഇട്ട് വരികയാണ്. അപ്പൊ ഗുരുനാഥൻ കണ്ടോട് കൂടിയിട്ട് ഇവരൊക്കെ തലയിലുണ്ടായിരുന്ന പിറകും കെട്ടൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. രണ്ട് കൈയും വെച്ചിട്ട് നമ്മുടെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചില്ലേ? ആ ഗുരുവിന്റെ അനുഗ്രഹമല്ലേ നമുക്ക് കിട്ടിയുള്ള ഏറ്റവും വലിയ ആ അനുഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നത് ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ പരമാത്മാവ് ശ്രീകൃഷ്ണ പരമാത്മാവ് ചോദിക്കുകയാണ്. ഗുരുവിന്റെ അനുഗ്രഹമാണ് ആ ഭാഗവതം കഥ. പുരാണ കഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഗുരുവിന്റെ അനുഗ്രഹവും ശാപവും, ഗുരുവിന്റെ അനുഗ്രഹവും ശാപവും അനുഗ്രഹമാണ്. ഇതാണ് എല്ലാ കഥകളും നോക്കിക്കഴിഞ്ഞാൽ. എത്രയോ അനുഭവങ്ങൾ പറയാം. ഇപ്പൊ മഹാഭക്തനാണ് മഹാബലി. ഇപ്പോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നിട്ട് ചോദിച്ചു, 3 അടി മണ്ണാണ് ചോദിച്ചത്. അപ്പോ ശുക്രാചാര്യരൊക്കെ ഗുരുവിന് മനസ്സിലായി ഇത് ചതിയാണ്, ഇത് മഹാവിഷ്ണുവാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. മഹാബലിയുടെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു പോയി. കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും. കാരണം അത് വിഷ്ണുവാണ്, ദേവന്മാർ ഒരുക്കിയ ചതിയാണത്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ മഹാബലി വിചാരിച്ചു സാക്ഷാൽ ഭഗവാൻ എന്നോട് യാചിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കൊടുക്കാതിരിക്കും, അവന് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും, എന്ത് വന്നാലും ഞാൻ കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോ അപ്പോ ആചാര്യ ശപിച്ചു എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടട്ടെ എന്ന്.
അങ്ങനെ മഹാബലിക്ക് ത്രിലോകം മുഴുവൻ പോയി. അത് ഗുരുവിന്റെ ശാപമാണ്. അല്ല അവിടെ പക്ഷെ ഭഗവാൻ അനുഗ്രഹിച്ചു മഹാബലി. അവിടെ സുതലത്തിലേക്കാണ് അയച്ചത്. സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമായുള്ള സുതലത്തില് അവിടെ ഭഗവാൻ കാവല് നിൽക്കുകയാണെന്നാ പറഞ്ഞു. അപ്പം ഈ പാതാളത്തേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊക്കെയുള്ള കഥ കെട്ടുകഥയാണ്. അതൊന്നല്ല, പുരാണത്തിൽ അങ്ങനെയൊന്നല്ല. മഹാബലി അനുഗ്രഹിക്കുക ചെയ്ത്. കുറെ പരീക്ഷണങ്ങളുണ്ട് അവിടെ. അതായത് ഗരുഡനോട് കെട്ടാൻ പറയും. ഭരണഭാഷം കൊണ്ട് ഗരുഡ ഭഗവാൻ കെട്ടി. എന്നിട്ട് ചോദിച്ചു, എന്റെ ബാക്കി മൂന്നാമത്തെ അടി എവിടെ? സ്ഥലം 2 അടിയും കൊണ്ട് അളന്നു കഴിഞ്ഞു. അത് പറഞ്ഞ് പ്രഹ്ലാദൻ അവിടെ വരുന്നുണ്ട്. പ്രഹ്ലാദൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ? അങ്ങയുടെ ഭക്തരല്ലേ? എന്റെ പേരമകനാണ്. പ്രഹ്ലാദന്റെ പൗത്രനാണ് മഹാബലി. വിരോചനന്റെ മകനാണ്. വിരോചനൻ പ്രഹ്ലാദന്റെ മകനാണ്. എന്താണ് അങ്ങ് ഇങ്ങനെ പെരുമാറുന്നവരോട് എല്ലാം തന്നിട്ട്? അത് പറഞ്ഞു, ഞാൻ എന്റെ ഭക്തന്റെ സഹനശക്തി കാണിച്ചു കൊടുക്കണം. എല്ലാം നഷ്ടപ്പെട്ടിട്ടും അയാൾ എപ്പോഴും അത് തപ്പില്ല. അപ്പോ അവസാനം ശിരസ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഭക്തന്റെ മാഹാത്മ്യം കാണിച്ചു കൊടുക്കുക ലോകത്തിന് ചെയ്തതാണ്. അങ്ങനെ മഹാബലി സുതലത്തിലേക്ക് അയച്ചു എന്നാണ് കഥ. അപ്പൊ ആ കഥയിൽ കാണിക്കുന്നതും ഗുരുവിന്റെ ശാപം കൊണ്ടാണ് മഹാബലിക്ക് എല്ലാം നഷ്ടപ്പെട്ടത്. അതുപോലെ ദേവേന്ദ്രന് അതുപോലെ അനുഭവമുണ്ട്. ദേവേന്ദ്രന് ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴം എന്നുള്ളത് നമ്മൾ ജ്യോതിഷത്തിലൊക്കെ രാശിചക്രത്തില് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യം രാശി ഏതാ കിട്ടിയതെന്ന് നോക്കുമല്ലോ. രാശി കിട്ടിക്കഴിഞ്ഞാൽ ആ രാശിയിൽ വ്യാഴം എത്രാമത്തെ സ്ഥാനത്താണ് നിൽക്കണം നോക്കും. വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമുണ്ട്. ഇല്ലെങ്കിൽ ലക്ഷാൻ ദോഷാൻ ഹന്തി ദേവേന്ദ്ര പൂജ്യന്നാണ്. ലക്ഷം ദോഷങ്ങളുണ്ടെങ്കിലും വ്യാഴം അനുകൂലമായി കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാവും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. എന്ന പോലെ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെ. ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്, ബൃഹസ്പതി. അപ്പോ വ്യാഴം എതിരായിട്ട് നിന്നാൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായി നിന്നിട്ട് കാര്യമൊന്നുമില്ല. വ്യാഴപ്രസാദമാണ് പ്രധാനം. അപ്പൊ നമ്മൾ ഒഴിവ് നോക്കുമ്പോഴാണ് വ്യാഴം പ്രസാദിച്ചു എന്നല്ലേ പറയാ ജ്യോത്സ്യം. അതുകൊണ്ട് ബൃഹസ്പതി ഈ ദേവേന്ദ്രനെ ഒരിക്കല് ഈ മഹാബലിയൊക്കെ ജയിച്ച് അതിന്റെ ആ ഒരു അഹങ്കാരം വന്നു. അഹങ്കാരം വന്ന സമയത്ത് ബൃഹസ്പതി ഇന്ദ്ര സദസ്സിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ ദേവേന്ദ്രൻ എഴുതിയിട്ടില്ല എന്നാണ്, ബഹുമാനിച്ചില്ല. മാത്രമല്ല അവജ്ഞയോട് കൂടിയിട്ട് ശ്രദ്ധിച്ചതേ ഇല്ല ഗുരു വന്നത്. അപ്പൊ ഗുരുവിന് മനസ്സിലായി ഇപ്പൊ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ദേവേന്ദ്രന്. ഗുരു അവിടുന്ന് മറന്നുപോയി. അതായത് പിന്നീടുണ്ടായ അനർത്ഥങ്ങൾ പുരാണത്തിൽ നമുക്കറിയാം. പിന്നീട് പിന്നെ ഇല്ലേ വിശ്വരൂപനൊക്കെ ശാപം കിട്ടിയില്ലേ? വൃത്രാസുരന്റെ കഥയൊക്കെ വരുന്നില്ലേ? വൃത്രാസുരനെ വിശ്വരൂപനെ കൊന്നതും വിശ്വരൂപനെ ഗുരുവായിട്ട് വാഴിച്ചതും വിശ്വരൂപൻ പിന്നെ അസുരന്മാർക്ക് വേണ്ടിയിട്ട് യാഗം ചെയ്യുമ്പോൾ അത് ദേഷ്യം വന്ന് തലവെട്ടിയതും പിന്നീട് ആ വിശ്വരൂപൻ ത്വഷ്ടാവ് വൃത്രാസുരനെ അഗ്നികുണ്ഡത്തുനിന്നുണ്ടാക്കിയതും ഇന്ദ്രനെ ചെയ്തിട്ട് യുദ്ധം ഉണ്ടായതും വൃത്രാസുരനെ കൊന്നിട്ട് വീണ്ടും മഹാപാപം വന്നു, ബ്രഹ്മഹത്യാപാപം വന്നു. എന്നിട്ട് മാനസരസിൽ ഒരു താമരവളയത്തിന്റെ ഉള്ളിൽ സൂക്ഷ്മരൂപിയായിട്ട് ഇരിക്കേണ്ടി വന്നു. ഒക്കെ ഗുരുശാപം കൊണ്ടാണ്. ഗുരുവിന്റെ അനുഗ്രഹം വരുമ്പോൾ എല്ലാം ഐശ്വര്യം. ഗുരുവിന് എപ്പോ മനസ്സും എടുത്തു അപ്പൊ അധപ്പതനം. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്ന പുരാണങ്ങളെല്ലാം തന്നെ. പുരാണങ്ങളുടെ കഥ ഇത് തന്നെയാണ്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഗുരുത്വം എന്നുള്ള 3 അക്ഷരമുണ്ടല്ലോ. അതിപ്പോ പുരാണത്തിൽ മാത്രമല്ല, നമുക്ക് ലോകത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണാം. ഓരോ വ്യക്തിയിലും കാണാം. ഗുരു അനുഗ്രഹം ഉണ്ടോ അയാൾക്ക് ശ്രേയസ് ഉണ്ടാവും. ഗുരുവിന്റെ ക്ഷാപമുണ്ടോ അയാൾക്ക് അധപ്പതനം ഉണ്ടാവും. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മഹാഭാരതത്തിലൊക്കെ ധാരാളം കഥകളുണ്ട്. അതിൽ ഗുരു ശിഷ്യന്മാർ തന്നെ ഉത്തമ ശിഷ്യൻ, മധ്യമ ശിഷ്യൻ, മന്ദശിഷ്യൻ ഇങ്ങനെയൊക്കെ പറയും. ഉദ്ദാലകന്റെ കഥയൊക്കെ അല്ല, ആരുണിയുടെ കഥയൊക്കെ എങ്ങനെയാണ് വരുന്നത്? 3 ശിഷ്യന്മാർ പറയില്ല. എരിക്കലൊക്കെ തിന്ന് കണ്ണേണ്ട കാഴ്ച പോയ ഇതെങ്ങനെ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തില് ഈ വിദ്യാനാം വിദ്യകളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യ അധ്യാത്മവിദ്യയാണ്. ആധ്യാത്മവിദ്യ വെച്ചാൽ ആത്മാവിനെ അധികരിച്ചുള്ള വിദ്യ, ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, അതാണ് അധ്യാത്മവിദ്യ. അധ്യാത്മവിദ്യ കൊണ്ട് മാത്രമാണ് ശാശ്വതമായിട്ടുള്ള ദുഃഖനിവൃത്തി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇവിടെ ലോകത്തിലെ ഈ ലൗകിക സമർത്ഥന്മാർക്ക് അവർക്ക് എല്ലാ വിദ്യകളും ശ്രേഷ്ഠം തന്നെയാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായുള്ള വിദ്യ അധ്യാത്മവിദ്യയാണ്. അധ്യാത്മവിദ്യയുടെ നാടാണ് ഭാരതം. ഭാരതത്തിൽ ഗുരുവിനാണ് ഏറ്റവും അധികം സ്ഥാനം. ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ ഗുരുത്വം. ഗുരുവിനെ സേവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളിൽ ചൈതന്യം വരുന്നതെന്ന് വെച്ചാൽ ഈ കാന്തവും ഇരുമ്പും, ഇരുമ്പ് കാന്തത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഇരുമ്പ് കാന്താവും എന്ന പോലെ ഗുരുസേവ കൊണ്ട് ഗുരുവിന്റെ ആ ചൈതന്യം നമ്മളിലേക്ക് സംക്രമിക്കും. ആ ശക്തി
അപ്പോൾ നമ്മളിലും എല്ലാം ആ ഉണർവുണ്ടാവും, ചൈതന്യം ഉണരും എന്ന പോലെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവുന്നത്. എല്ലാ തരത്തിലും ശ്രേയസ്സും ഭയസ്സും എല്ലാം ഗുരു അനുഗ്രഹം കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗുരുത്വക്കേട് സമ്പാദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അടിക്കടി അധപ്പതനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഗുരുഭക്തി എപ്പോഴും ഉണ്ടാവണം, ഒരിക്കലും ഇല്ല ഗുരുഭക്തി പോവാതിരിക്കണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ ഗുരുവിന്റെ മാഹാത്മ്യം പറയുകയാണെങ്കിൽ ഒരുപാട് പുരാണങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പറയുന്നുണ്ട്. നമ്മൾ നാളെ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ഒരിക്കലൂടെ പറഞ്ഞതാണ്, മറ്റേ സുകുമാര കവിയുടെ കഥ, ശ്രീകൃഷ്ണ വിലാസം കാവ്യം എഴുതിയുള്ള ഒരു മനോഹരമായുള്ള കാവ്യമാണ് സംസ്കൃതത്തിലെ ശ്രീകൃഷ്ണ വിലാസം. ഒരു കഥയുണ്ട്, അതൊക്കെ സാധാരണ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കഥയാണ്. ഒരു ഗുരുവിന്റെ കീഴിൽ പഠിച്ചിരുന്നു ഈ സുകുമാരൻ എന്ന് പറഞ്ഞ ബാലൻ. സുകുമാരൻ നന്നായിട്ട് പഠിക്കും, കാവ്യങ്ങളും ഒക്കെ പഠിപ്പിക്കും, നന്നായിട്ട് ഇപ്പൊ പഠിക്കും, വ്യാകരണവും സംസ്കൃതമൊക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു, ശാസ്ത്രങ്ങളൊക്കെ. മറ്റേ ശിഷ്യന്മാരെക്കാളും കൂടുതൽ ഗുരുവിന് ഉള്ളിൽ സ്നേഹം സുകുമാരനോട് എന്തെങ്കിലും പുറത്തേക്ക് കാണിച്ചില്ല. അത് സുകുമാരനെ കൂടുതൽ ശാസിക്കും, കുറെ ശിക്ഷിക്കും. ഗുരുനാഥൻ എന്താ തന്നോട് ഇത്ര വിരോധം എന്ന് സുകുമാരൻ ചിന്തിച്ചു. താൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, മറ്റേ കുട്ടികളെക്കാളിലൊക്കെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ എന്നെ ഇങ്ങനെ ഗുരുനാഥൻ ദ്രോഹിക്കുന്നത് എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ ചിന്ത കൂടി വന്ന് ഗുരുനാഥനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു സുകുമാരൻ. ഗുരുനാഥൻ ഉറങ്ങുമ്പോ മുകളിൽ നിന്ന് വലിയൊരു കല്ലെടുത്ത് തലക്കിടാനായിട്ട് തട്ടുപുറത്ത് കയറിയിരുന്നു. വലിയൊരു പാറക്കല്ലുമായിട്ട് ഒരു കരിങ്കൽ പാറക്കഷ്ണൊക്കെ എടുത്ത് താങ്ങി പിടിച്ച് ഗുരുനാഥൻ കാണാതെ തട്ടിൻപുറത്ത് കയറിയിരുന്നു. അങ്ങനെ കാത്തിരുന്നു ഗുരുനാഥൻ ഉറങ്ങാനായിട്ട്. ഗുരുനാഥൻ വന്ന് കിടന്നു. അപ്പോ കിടന്ന സമയത്ത് ഉറങ്ങിയിട്ട് തലയിൽ കല്ലിടണം, അപ്പൊ തല പൊട്ടിച്ച് മരിക്കും ഗുരുനാഥൻ എന്ന് വിചാരിച്ചു. അപ്പൊ ആ സമയത്ത് ഗുരുപത്നി ഗുരുനാഥനോട് ചോദിക്കുന്നത് കേൾക്കുകയാണ്, അന്നേക്ക് എന്തായി സുകുമാരനോട് ഇത്ര ദേഷ്യം? സുകുമാരൻ നല്ല കുട്ടിയാണല്ലോ, നല്ല അനുസരണമുണ്ട്, വിനയമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികളെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ സുകുമാരനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടാണ്. പിന്നെ എന്താണ് അങ്ങ് എങ്ങനെ ഇയാളെ വല്ലാതെ ശാസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, ശരിയാണോ നീ പറഞ്ഞ ശരിയാണ്, സുകുമാരനാണ് ഏറ്റവും മിടുക്കനായിട്ടുള്ള ആള്, അതുകൊണ്ട് എനിക്ക് അവനോട് വളരെയധികം വാത്സല്യമുണ്ട്, അതുകൊണ്ട് അവന്റെ ശ്രദ്ധ വേറെ പോകരുത്, അതിനുവേണ്ടി ഞാൻ അവനെ ശാസിക്കാറുണ്ട്, അവൻ വളരെ കേമനായിട്ട് വരും എന്ന് കേട്ടപ്പോൾ ഇയാളോട് കേൾക്കുകയാണ്. ശിഷ്യൻ കൂടെ ഇരുന്നിട്ട് കേൾക്കുക. ഗുരുനാഥൻ പറയണത് ഇയാൾ ആകെയായി പോയി, ആകെ വിഷമിച്ചു. അവിടെ താഴത്തേക്ക് ഇറങ്ങി വന്നു. താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തിന് കാല് രണ്ട് കൂട്ടിപ്പിടിച്ചു, കണ്ണുനീരിൽ അഭിഷേകം ചെയ്തു, കാല് കഴുകി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഗുരു ഞാൻ അങ്ങനെ വലിയൊരു അബദ്ധം ചെയ്തു, ഞാൻ അങ്ങേ കൊല്ലാനായിട്ട് പുറപ്പെട്ടതാ, വലിയൊരു കല്ലായിട്ട് മുകളിലിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെയ്തപ്പോൾ അങ്ങ് എന്നോട് ഇങ്ങനെയാണ് കരുതുന്നത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്ത് തെറ്റാ, ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് അതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഗുരു നീ പശ്ചാത്തപിക്കുന്നുണ്ടോ? മതി, പശ്ചാത്താപത്തിന് വലിയ പ്രായശ്ചിത്തം ഇല്ലാന്നോ, അത് പോരാ, ഗുരുഹത്യക്ക് എന്താണോ പ്രായശ്ചിത്തം അതേ ചെയ്യും, അന്ന് പറഞ്ഞു തരണം ഗുരുഹത്യക്ക് എന്താണ് പ്രായശ്ചിത്തം. പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിന് അറിയാം, പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല, നീ പോയിട്ട് വല്ല പണ്ഡിതന്മാരോട് ചോദിക്കുക എന്ന് പറഞ്ഞു. ഇയാൾ വിട്ടുപോകണില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ പോയി. അപ്പോൾ യാഗം നടക്കേണ്ട വേറൊരു യാഗശാലയിൽ പോയിട്ട് അവിടുത്തെ ബ്രാഹ്മണരോട് ചോദിച്ചു, പണ്ഡിതന്മാരായ ബ്രാഹ്മണരോട്, ഗുരുഹത്യ ചെയ്താൽ എന്താണ് ശിക്ഷ, എന്താണ് പ്രായശ്ചിത്തം? അവർ പറഞ്ഞു, വേദങ്ങളിലൊക്കെ പറയുന്നത് ഗുരുഹത്യ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പാപം തീരണമെങ്കിൽ ഉമിത്തിയിൽ മരിക്കണം, ഉമി കൂട്ടിയിട്ട് കഴുത്ത് വരെ ഉമി കൂട്ടി നിർത്തി, അതിൽ ഉമിയിൽ നേറി മരിക്കണം, അതാണ് പ്രായശ്ചിത്തം. ഇയാൾ തയ്യാറായി, ഈ ശിഷ്യൻ തയ്യാറായി. സുകുമാരൻ ഉമി കൊണ്ടുവന്നിട്ട് കഴുത്ത് വരെ ഇവിടെ തീ കൊടുത്തു. ആ സമയത്ത് ഉണ്ടാക്കിയതാണ് ശ്രീകൃഷ്ണ വിലാസം കാവ്യം. ശ്രീകൃഷ്ണ വിലാസം സംസ്കൃതത്തിലെ അതിസുന്ദരമായുള്ള കാവ്യമാണ് ശ്രീകൃഷ്ണ വിലാസം. അങ്ങനെ ഇദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ശിഷ്യന്മാർ എഴുതിയെടുക്കുന്നു. ഇയാൾ ഉമിയിലൂടില്ലല്ലേ, ഇയാളും ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ എഴുതിയെടുക്കും. അങ്ങനെ അവസാനത്തെ ശ്ലോകത്തിന്റെ 2 വരി ബാക്കിയായി. അത് പൂർത്തിയാവണതിനപ്പോൾ നാവ് കുഴഞ്ഞു പോയിട്ട് പിന്നെ അത് ഇപ്പോഴും അപൂർണമായിട്ട് കിടക്കുകയാണ്. പിന്നീട് കാളിദാസ മഹാകവി അത് പൂർത്തിയാക്കാൻ നോക്കിയെന്നാണ്, 2 വരി എഴുതി ചേർത്തു. അപ്പൊ അശരീരിണ്ടായി, പട്ടുനൂലിൽ വാഴനാരിൽ കെട്ടരുത്. കാളിദാസന്റെ വരികൾ പോലും ഈ പട്ടുനൂലിൽ വാഴനാല് പോലെയാണ്. ഈ അത്ര മനോഹരമായുള്ള കാവ്യമാണ് ശ്രീകൃഷ്ണ വിലാസം കാവ്യം. അപ്പൊ ഗുരുഹത്യ എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുവിന് ദോഷം വിചാരിക്കുന്നത് അത്രയും മഹാപാപമാണെന്നാണ്.
അത്രയും പാപമുണ്ട്. അപ്പൊ ഗുരുവിന്റെ മഹാത്മ്യം പറയാൻ ഞങ്ങൾക്ക് ഒരുപാട് കഥകളുണ്ട്. അപ്പോ അതുകൊണ്ട് ഭാരതത്തിലെ ഗുരുവിനാണ് ഏറ്റവും അധികം സ്ഥാനം. അത് ഋഷി പരമ്പരയിൽ നമ്മുടെ സനാതന ധർമ്മം ഗുരു പരമ്പരയിലൂടെയാണ് ഗുരു ശിഷ്യ പരമ്പരയിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ അനർഗളം പോയിക്കൊണ്ടേയിരിക്കും. അതിനി അങ്ങനെ അനാദികാല അനന്തമായിട്ട് നിൽക്കുന്നില്ല. കാരണം ആത്മതത്വമാണത്. ആത്മപ്രകാശം ലോകത്തിൽ പ്രദാനം ചെയ്യലാണ് നമ്മുടെ ദൗത്യം. ഭാരതത്തിന്റെ ദൗത്യം അതാണ്. ഋഷി പരമ്പരയിലൂടെ അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ എന്ന് ആരംഭിച്ച് സദാശിവൻ എന്ന് ആരംഭിച്ച് നമ്മുടെ ഗുരു വരെയുള്ള ശങ്കരാചാര്യ മധ്യത്തില് നമ്മുടെ ഗുരു വരെ നമ്മളതിന്റെ കണ്ണിയായി മാറിയിരിക്കണം. ആ ഗുരു പരമ്പരയുടെ ഒരു കണ്ണിയാണ്. അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം. സമൂഹത്തിലത് പ്രസരിപ്പിക്കണം ഈ വിദ്യ. അങ്ങനെ എല്ലാവരെയും പ്രബുദ്ധരാക്കണം. ഓരോരുത്തരെയും കടമയാണ്. കാരണം ഈ ഭാരതഭൂമിയിൽ ജനിക്കണമെങ്കിൽ എത്രയോ ജന്മത്തെ പുണ്യം വേണം. സമയാഴ്ച പറഞ്ഞു കേട്ടോ. സമയായോ? എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ടാണ് ഭാരതത്തിൽ ജനിക്കുന്നത്, ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത്. ദേവന്മാര് ദേവലോകത്തിരുന്ന് പാട്ട് പാടുന്നതാണ്. ഗായന്തി ദേവാകില ഗീതഗാനി ധന്യാസ്തി, വിഷ്ണു പുരാണത്തില് ധന്യാസ്തിയെ ഭാരതഭൂമി ഭാഗേ സ്വർഗാപവർഗാസ്പദഹേതുഭൂതേ ഭവന്തി ഭൂയ പുരുഷസ്വരത്വ. ദേവന്മാരിങ്ങനെ പാട്ട് പാടില്ല ദേവലോകത്ത്. അവര് നന്ദനവനത്തിലൊക്കെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പാട്ട് പാടുമ്പോഴേ അതിലൊരു ചില പാട്ടുകൾ ഇങ്ങനെയാണ് അവർ. ഈ ഭാരതഭൂമിയിൽ ജനിച്ച മനുഷ്യരൊക്കെ എത്ര ഭാഗ്യവാന്മാര്, നമ്മളെക്കാളും ഭാഗ്യം. സുരത്വാൽ നമ്മളെക്കാളും ഭാഗ്യവാന്മാരാണ് അവര്. കാരണം ഇവിടെ ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ, ഭാരതഭൂമിയിൽ ഒരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വർഗം കിട്ടണോ? സ്വർഗാപവർഗാസ്പദ ഹേതുഭൂതേ. സ്വർഗത്തിനും അപവർഗത്തിനും, അപവർഗം വെച്ചാൽ മോക്ഷം, സ്വർഗത്തിനും അപവർഗത്തിനും കാരണമാണ് ഭാരതഭൂമിയിലെ ജന്മം. ഇവിടെ വന്നിട്ട് നല്ല യജ്ഞാദി കർമ്മങ്ങളൊക്കെ ചെയ്താൽ സ്വർഗത്തിൽ പോവാം. യജ്ഞേരിഷ്ടോ സ്വർഗതീം പ്രാർത്ഥയന്തേ തേതം ഭുക്തോ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യമർത്യലോകം ഗീതയിൽ പറയില്ലേ. അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വർഗലോകത്ത് പോയി സൂഹിക്കാൻ വേണമെങ്കിൽ. ഇനി അതല്ല, മോക്ഷം വേണം, അതിനും ഭാരതഭൂമിയിൽ ജനിക്കണം. ഇവിടെയുള്ള ഋഷീശ്വരന്മാരെ അല്ലെങ്കിൽ ജ്ഞാനികളുടെ പാദത്തിൽ പോയി നമസ്കരിച്ച് അവരെ അനുഗ്രഹിച്ചാൽ അവര് തത്വോപദേശം ചെയ്ത് അത് മനനം ചെയ്ത് നിധ്യാസം കൊണ്ട് പിന്നെ മോക്ഷം നേടും ചെയ്യാം. ഇത് രണ്ടിനും കാരണമാണ് ഭാരതഭൂമിയിലെ ജന്മം. ദേവന്മാർക്ക് സാധ്യമല്ല. ദേവന്മാർ പുണ്യം കൊണ്ട് സ്വർഗലോകത്ത് പോയിരിക്കുകയാണ്. അവരെ പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും ഇവിടെ ഭൂമിയിലേക്ക് വരണം. മർത്യലോകീശന്തി, വീണ്ടും മരണമുള്ള ലോകത്തേക്ക് വരണം. അവരിപ്പോ അമരന്മാരായിട്ട് ഇരിക്കണം. അവിടെ അമൃതിന്റെ ശക്തി കൊണ്ട് അവര് ത്രിദശന്മാരാണ്. അവർക്ക് വാർദ്ധക്യമില്ല. മൂന്നാമത്തെ ദശയാണ് ബാല്യം, കൗമാരം, യൗവനം. വാർദ്ധക്യമില്ല അവർക്ക്, കാരണം അമൃത് കഴിക്കുന്നുണ്ട്. പക്ഷെ പുണ്യം തീർന്നാൽ അവരെ കഴിഞ്ഞു, അവര് പോരണം, വീണ്ടും ഭൂമിയിൽ വരണം. അപ്പൊ അതുകൊണ്ട് ഈ സ്വർഗത്തിനും നമ്മളെക്കാളിലും ഭാഗ്യവന്മാരാണ് ഭാരതഭൂമിയിലെ മനുഷ്യര് എന്ന് പറയണം. ഈ ഭാരതഭൂമിയിൽ ജനിച്ച് അതിന്റെ മഹത്വം നമ്മൾ അറിയണം. നമുക്ക് കിട്ടിയിട്ടുള്ള ആ ദുർലഭമായിട്ടുള്ള ഒരു അവസരം. കാരണം ശരീരം പോകുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യം നേടാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇതിന്റെ ഋഷിമാര് നമ്മളോട് പറയുന്നത്. എല്ലാ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും എല്ലാം തന്നെ ഋഷിമാര് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് ഒരു നിമിഷം തസ്മാ ജാഗ്രത ജാഗ്രത. ശങ്കരാചാര്യ സ്വാമികളും പറയും, ജന്മം എന്താണ്? ജന്മം ദുഃഖം, ജരാ ദുഃഖം, ജായാ ദുഃഖം, പുനഃപുന സംസാര സാഗരാ ദുഃഖം, തസ്മാ ജാഗ്രത ജാഗ്രത. ജന്മം ദുഃഖാണ്. ജന്മം ദുഃഖമാണ്. കാരണം ജനിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തില് 10 മാസം ഇരിക്കണം. അവിടുത്തെ ദുഃഖമൊന്നും പറയാൻ പറ്റില്ല. കാരണം അമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല എരിവുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാല് അത് ഈ കുട്ടിയെ ബാധിക്കും. കുട്ടി ചുട്ടു നീറും. ലോലമായ ശരീരമല്ലേ. അതുപോലെ പ്രസവിക്കുമ്പോൾ വളരെ അപകടം പിടിച്ച സമയമാണ്. അതിലൊക്കെ മരിക്കാം. അപ്പൊ വരാം. അതിനൊക്കെ രക്ഷപ്പെട്ട് പിന്നെ കുട്ടിയായിട്ട് കിടക്കുന്ന സമയത്ത് കൊതു കടിച്ചാലോ മൂട്ട കടിച്ചാലോ അതിനെ ആട്ടിക്കളയാനും ഇതൊക്കെ അടുത്ത് കരയാനേ പറ്റുള്ളൂ. വിശന്ന് കിടന്ന് കരയുമ്പോൾ അമ്മ വിചാരിക്കും വയറ്റിൽ വേദനിച്ച് കരയണം. വയറ്റിൽ വേദനിച്ച് കരയുമ്പോൾ വിശന്നിട്ടാണോ വിചാരിക്കുക. കുട്ടിക്ക് പറയാൻ വയ്യ. എന്തൊരു ദുഃഖമാണ്. മരത്തിൽ മൂത്രത്തിൽ കിടക്കണം. വലിയ ദുഃഖാതിരേകന്മലളിത ബഹു സ്തന്യമാണ് ഏപിഭാസ അല്ലേ. പിന്നെ അതിന് പറയില്ല ഇത് ദുഃഖം എന്താണ്. ക്ഷന്തവ്യോമേപരാധ ശിവ ശിവ ശോഭോ ശ്രീ മഹാദേവ ശംഭോ എന്ന് പറയില്ലേ. അതോ കർമ്മപ്രസംഗാൽ കലയതി കലുഷം മാതൃവൃക്ഷോ സ്ഥിതം. അവിടുത്തെ ദുഃഖം എന്താണ്? ജന്മം എന്ന് പറഞ്ഞ ദുഃഖം. ജന്മം ദുഃഖം, ജരാ ദുഃഖം. വൃദ്ധനായിട്ട് അല്ലെ ചുക്കിച്ചൊളിഞ്ഞ് വശനായിട്ട് പിടി കുത്തി പിടിച്ച് നടക്കുന്ന എന്ത് ദുഃഖം? ജരാ ദുഃഖം, ജായാ ദുഃഖം, പിന്നെ സംസാര ദുഃഖം. വിവാഹം കഴിച്ച കുടുംബമൊക്കെ ആയിട്ട് കഴിയുമ്പോൾ അത് ദുഃഖമയം. ജീവിതം മുഴുവൻ ദുഃഖം. ജായാ ദുഃഖം, പിന്നെ ഭാര്യയ്ക്ക് അസുഖം വന്നാലും ദുഃഖം അല്ലേ.
യായാ ദുഃഖം പുനഃപുന വീണ്ടും വീണ്ടും ഈ ജന്മം കഴിഞ്ഞ അടുത്ത ജന്മത്തിൽ വീണ്ടും അവസാനിക്കുന്നില്ല സംസാര സാഗരാ ദുഃഖം സംസാര സാഗരം സമുദ്രമാണ് ഇതിങ്ങനെ പിന്നെന്താ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ജനിച്ചും മരിച്ചും ഇങ്ങനെ ഉദകപ്പോള പോലെ എന്നല്ലേ തസ്മാ ജാഗ്രത ജാഗ്രത അതുകൊണ്ട് ജാഗ്രതയിട്ടിരിക്കും ഉണർന്നിരിക്കും കാരണം നമുക്ക് ആ ബോധം ഉണ്ടാവട്ടെ നമുക്ക് ഇത് വളരെ ദുർലഭമായിട്ട് കിട്ടിയുള്ള മനുഷ്യശരീരമാണ് ജന്തുവിനം നിറജന്മ ദുർലഭം എന്നല്ലേ ജന്തുക്കളിൽ മനുഷ്യജന്മം കിട്ടുന്നതാണ് എളുപ്പമല്ല അതും ഭാരതഭൂമിയിൽ കിട്ടണം ഇവിടെ വന്നൊരു കൊല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേങ്ങും ജ്ഞാനപ്പാനയില് പൂന്താനം പറഞ്ഞ പോലെ ഇവിടെ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നു എന്നാണ് അങ്ങനെയുള്ള അത്യന്ത ദുർലഭമായി കിട്ടിയിട്ടുള്ള ഈ മനുഷ്യ ശരീരം നമ്മൾ ഒരു നിമിഷം പോലും അരനിമിഷം ബത അല്ലെ കരളി വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബത കളയരുതാരും അല്ലെ മരണം വരുമിനി എന്ന് നിനച്ചിഹ കരുതുക സതതം അധികം കാലമില്ല നമുക്ക് ശരീരത്തിൽ അതുകൊണ്ട് എപ്പോഴും കാറ്റപ്പോണെങ്കിൽ പോവാം അതുകൊണ്ടൊരു നിമിഷം പോലും വിവേകം വിടാതെ അല്ലെ കാണുന്നു ചില പലതും ഉപായം കാണുന്നില്ല മരിക്കും ഇതെന്നും കാണിക്കലും ഒരു നൂറ്റാണ്ടിനകത്തില്ലെന്നേ കാണൂ നാരായണ ജയം ആരും മരണം ഉണ്ടെന്ന് ആരും മരണം വരെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടൊക്കെ അല്ലേ മരിക്കുള്ളൂ എന്നാണ് വിചാരം അടുത്ത ശ്വാസം കിട്ടുമോ നമുക്കറിയില്ല അങ്ങനെ അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയായിട്ടിരിക്കണം എന്നാണ് ശങ്കരാചാര്യ സ്വാമികളൊക്കെ പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം